ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഇന്നലെ മുതൽ, അതായത് ഇന്നിപ്പോൾ ജൂൺ 5, ഇന്നലെ രാത്രി മുതൽ എനിക്ക് കുറേയധികം മെസ്സേജുകൾ വരുന്നുണ്ട്, മെയിലുകൾ വരുന്നുണ്ട്, കോളുകൾ വരുന്നുണ്ട്. അതായത് എന്താ പറയുക, സ്ക്രീൻഷോട്ട് അയച്ചിട്ടായിരുന്നു എല്ലാവരും ചോദിച്ചിരുന്ന സംശയം. അതിൻ്റെ സ്ക്രീൻഷോട്ടിൻ്റെ ഹെഡ്ലൈൻസ് ഇതാണ്: സയൻറ്റിസ്റ്റ് ജസ്റ്റ് റിമൂവ്ഡ് HIV ഫ്രം ഹ്യൂമൻ ഇമ്മ്യൂണോ സെൽസ് യൂസിങ് ക്രിസ്പർ ജെൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കറക്റ്റാണോ? അതായത് എല്ലാവരും വലിയൊരു പ്രതീക്ഷയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ക്രിസ്പർ. അതായത് HIV ക്യൂറായി എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതെന്താണ്, ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയൊരു ഓഡിയൻസ് ഒന്നുമില്ല നമ്മളുടെ യൂട്യൂബ് ചാനലിൽ. അറിയാലോ, കൃത്യമായിട്ട് അറിയാലോ, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ നോക്കുന്ന ആൾക്കാരുള്ളൂ. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ല. ഡേറ്റാസ് ആവശ്യമുള്ളവർ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സൈറ്റ് എത്തും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ കേൾക്കുന്ന പ്രേക്ഷകർ അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു ക്രിസ്പർ Cas9 എന്ന് പറയുന്ന ഈ ഒരു ജെൻ എഡിറ്റിംഗ് അല്ലെങ്കിൽ ജീൻ എഡിറ്റിംഗ്, ഈ സാധനം ഇന്നോ ഇന്നലെയോ വന്നു തുടങ്ങിയതല്ല. നമ്മളുടെ വീഡിയോ നിങ്ങൾ നമ്മളുടെ ചാനലിൽ പോവുക, വീഡിയോ സെക്ഷനിൽ പോവുക, അതിനകത്തൊരു 2022, 2023 കാലഘട്ടങ്ങളിലെ വീഡിയോ എടുത്ത് നിങ്ങൾ നോക്കുക. അതിൽ കൃത്യമായിട്ട് ക്രിസ്പർ Cas9നെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പണ്ട് മുതൽ തന്നെ ഒരു പ്രതീക്ഷയുടെ കിരണം കൊടുക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ശരിക്കും HIV ക്യൂറായോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ആദ്യം എന്താണ് ഈ ക്രിസ്പർ ജീൻ എഡിറ്റിംഗ് എന്ന് നമുക്കൊന്ന് ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നമ്മളുടെ കേൾക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ എത്താൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. ഇതിനകത്ത് ചില ഭയങ്കര മോഡേൺ സയൻസാണ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞുതരാം. സയൻസിൻ്റെ ടേംസ് കണ്ടമാനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ടേംസ് ഒന്നും ഇല്ലാണ്ട് നേരെ കാര്യത്തിലേക്ക് വരാം. അതായത് ക്രിസ്പർ Cas എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ ഡിഫൻസ് മെക്കാനിസമാണ്. അതായത് നമുക്ക് ബാക്ടീരിയ അറിയാം, വൈറസ് അറിയാം. ഈ ബാക്ടീരിയാസിനെ വൈറസിന് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. വൈറസിന് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ അറ്റാക്ക് ചെയ്യുമ്പോൾ ബാക്ടീരിയ എടുക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം, പ്രതിരോധ സിസ്റ്റമാണ് ഈ ക്രിസ്പർ എന്ന് പറയുന്ന സംഭവം, ക്രിസ്പർ Cas9 എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലായി ബാക്ടീരിയാസിനെ വൈറസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവരിങ്ങനൊരു സിസ്റ്റം എടുക്കും. അപ്പം ഇങ്ങനൊരു സിസ്റ്റം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ HIV വൈറസിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ലല്ലോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഭവം വന്നത്. ഇത് 2019 ഒരു നൊബേൽ പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള ഒരു സംഭവമാണ് ക്രിസ്പർ എന്ന് പറയുന്ന സംഭവം. അപ്പം അതിനുശേഷം ഇതിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുകയും പോകെ അതിനകത്തുള്ള ആ സമയത്താണ് കൊറോണ വന്നത്. കൊറോണ വന്നപ്പം വൈറസുകളെ പറ്റിയുള്ള, പൊതുവേയുള്ള വൈറസുകളെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ആ ഒരു സമയത്ത് കുറേ ലോകം മുഴുവനുള്ള സയൻറ്റിസ്റ്റുകൾ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ കുറേ ഈ ബാക്ടീരിയാസിൻ്റെ ചില വീക്ക് പോയിൻറ്റ്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അതിൽ നിന്നൊക്കെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താണ്, ഇപ്പം ക്രിസ്പർ എന്താണെന്ന് മനസ്സിലായി, അതിൻ്റെ ചരിത്രം മനസ്സിലായി. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഹ്യൂമൻ സെൽസിൽ നിന്നും, ലാബുകളിലാണ് ഹ്യൂമൻ സെൽസിൽ നിന്നും ഈ HIV വൈറസിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞാൽ ഒരു ജനിതക കത്രികയാണ്. അപ്പം HIV നമ്മളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ജീനിനകത്ത് കയറി അല്ലെങ്കിൽ DNA ചേർന്ന് അതവിടെ നമ്മുടെ ജീവിതകാലം മുഴുവൻ അവിടെ ഉണ്ടാവും. അപ്പം ഈ എന്താണ് ക്രിസ്പർ ജെൻ എഡിറ്റിംഗ് അല്ലെങ്കിൽ ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ക്രിസ്പർ മോളിക്കുലാർ കത്തി ഉപയോഗിച്ച് നമ്മളുടെ ആ പ്രശ്നമുള്ള ജീനെ കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ കറക്റ്റായിട്ടുള്ള ജീൻ വരണം. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക്സ് കേട്ടോ. അപ്പം ഈ ഒരു സംഭവം ലാബുകളിൽ
നമ്മളുടെ ഹ്യൂമൻ സെൽസിൽ പ്രാക്ടിക്കലായി എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ശരീരത്തിലാണോ, ജീവനുള്ള മനുഷ്യനിലാണോ, പോസിറ്റീവായിട്ടുള്ള ആൾക്കാരിലാണോ? അല്ല, ഇതിലൊന്നും അല്ല ഇപ്പോൾ ആയിരിക്കുന്നത്. ലാബുകളിൽ നമ്മളുടെ ഇപ്പം സെൽ സാമ്പിൾസ് എടുക്കത്തില്ലേ, അതുപോലെ സെൽ സാമ്പിൾസിൽ നിന്നും ഇത് ജസ്റ്റ് റിമൂവ് ആയി എന്നുള്ള ഒരു ന്യൂസ് മാത്രമേ ഉള്ളൂ. അതിനാണ് ഇത്രയും ആഘോഷങ്ങൾ മീഡിയ ഉണ്ടാക്കുന്നത്. ബാക്കി യൂട്യൂബുകളിലൊക്കെ ക്യൂറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട, ഇത് US ശാസ്ത്രജ്ഞരാണ് ഈ ഒരു സംഭവം ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു ന്യൂസാണ്, അതിനകത്തൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇതിന് കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. അതായത് ഇതിപ്പം ഞാൻ പറഞ്ഞ പോലെ ഹ്യൂമൻ സെൽസിൽ നിന്ന് മാത്രമേ ഇതാക്കിയിട്ടുള്ളൂ. ഇനി കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇതൊരു ബിഡിങ് സ്റ്റേജാണ്. ഇപ്പം മഞ്ഞുമലയുടെ ഒരു ഭാഗമൊന്നും പറയാൻ പറ്റില്ല. മഞ്ഞുമലയുടെ മുകളിലൊരു കൊടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇനി മഞ്ഞുമല കിടക്കുന്നു, സമുദ്രത്തിൻ്റെ അടിയിലോട്ടുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. മനസ്സിലായോ? അത്രയ്ക്കും ഡീപ്പായിട്ടുള്ള ഒരു സംഭവമാണ് ഈ CRISPR-Cas9 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മനുഷ്യനിൽ പരീക്ഷിച്ചിട്ടില്ല. ഇതിൽ കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന് കുറേ വർഷങ്ങളെടുക്കും. ഈ ഒരു വാർത്തയുടെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം, ഇത് ജീവനുള്ള ഒരു മനുഷ്യനിൽ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു മനുഷ്യനിൽ ഈ ഒരു CRISPR-Cas9 എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. അതെങ്ങനെ ചെയ്യണം എന്ന് ഇപ്പോഴും ശാസ്ത്രത്തിന് അറിയത്തില്ല. കാരണം അത് ചെയ്യുമ്പോൾ മറ്റെന്തെങ്കിലും ജീനിന് എഡിറ്റിംഗ് സംഭവിക്കുമോ, മറ്റെന്തെങ്കിലും വലിയ വലിയ അസുഖങ്ങളിലേക്ക് ആളുകൾ പോകുമോ എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അതിനുശേഷം ഇതൊരു ഹ്യൂമൻ ട്രയലിലോട്ട് പോകണമെങ്കിൽ കുറേ അധികം അപ്രൂവൽസ് വാങ്ങണം. ആദ്യം ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലാണ് ഇതിൻ്റെ പരീക്ഷണം നടക്കുക. അതിനുശേഷം വീണ്ടും അവരെ ക്ലോസ് വാച്ച് ചെയ്യും. അതിനൊരു 2-3 വർഷം എടുക്കും. കാരണം ഇത് ജീൻ എഡിറ്റിംഗ് പോലുള്ള പ്രക്രിയയാണ്. ആ ജീൻ എഡിറ്റിംഗ് കഴിഞ്ഞ് നേരെ ക്യൂർ ആയ ശേഷം അതിൻ്റെ പരിണിത ഫലങ്ങൾ, മറ്റെന്തെങ്കിലും എഡിറ്റിംഗ് സംഭവിച്ചിട്ട് അവർക്ക് ക്യാൻസർ പോലുള്ള സംഭവങ്ങൾ വരുമോ, അല്ലെങ്കിൽ ജീനിന് മറ്റെന്തെങ്കിലും മാറ്റം വന്നിട്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, ഇങ്ങനെയൊക്കെ ക്ലോസ് വാച്ച് ചെയ്യാനായിട്ട് ഒരു 3 മുതൽ 5 വർഷക്കാലം എടുക്കും. അതിനുശേഷം ഒരു വലിയ ഗ്രൂപ്പിലേക്ക് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് WHO പോലുള്ള സംഘടനകളുടെ പെർമിഷൻ വേണം. പല രാജ്യങ്ങളിലെ വോളണ്ടിയേഴ്സ് തയ്യാറാവണം. ആ രാജ്യങ്ങളിൽ അത് പരീക്ഷിക്കണം. ഇപ്പം ഏഷ്യൻസിൻ്റെ ജീൻ ഘടന ആയിരിക്കില്ല യൂറോപ്യൻ്റെ. അപ്പോൾ പല രാജ്യങ്ങളിൽ അത് പരീക്ഷിക്കണം. ആ പരീക്ഷിച്ചവരെ വീണ്ടും ക്ലോസ് വാച്ച് ചെയ്യണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് എത്ര വർഷം കഴിഞ്ഞായിരിക്കാം നമ്മളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു ക്യൂർ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഇപ്പോൾ ക്യൂർ ആയിട്ടില്ല, മനുഷ്യനിൽ ലൈവായിട്ട് പരീക്ഷിച്ചിട്ടില്ല. ഇത് ജസ്റ്റ് ലാബുകളിൽ സെല്ലുകളിൽ പരീക്ഷിച്ച സാധനം നമ്മൾ സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഇതല്ലാതെ തന്നെ ഏജൻറ്റ് 134 സംതിങ് ഒരു പരീക്ഷണം നടക്കുന്നുണ്ട്. അത് നമ്മുടെ നമ്മുടെ CD4 സെല്ലിനെ നമ്മൾ എടുത്ത് ട്രെയിൻ ചെയ്യിച്ചിട്ട് ഈ HIV വൈറസിനെതിരെ നടത്തുന്ന പരീക്ഷണമാണ്. അതും CRISPR-Cas പോലെ ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ദയവ് ചെയ്തിട്ട് മീഡിയാസിൻ്റെ ഹൈപ്പോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ HIV ക്യൂർ വന്നു അങ്ങനൊന്നും വിചാരിക്കരുത്. ഇത് സാധാരണ ഒരു ന്യൂസ് മാത്രമാണ്. നമ്മൾ എന്നും പറയുന്ന പോലെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ സംസാരിക്കുന്നവരെ ഹ്യൂമനിൽ HIV ക്യൂർ ഒന്നും വന്നിട്ടില്ല ലോകത്തിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ തന്നെ പറയും. ഞാൻ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ആദ്യം പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.